ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാക്കി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എഗെയിൻ ഒരു വ്ളോഗ് തന്നെയാണ്. ഞാൻ എവിടെ നോക്കിയാൽ പറയണ്ടേ? അവിടെ നോക്കി പറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എഗെയിൻ ഒരു വ്ളോഗ് തന്നെയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫൊന്നുമല്ല, പക്ഷേ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, പിന്നെ ഈവനിങ് ക്ലാസ് ഉണ്ട്, പിന്നെ അത്രയൊക്കെ ഉള്ളതെന്നാണ് വിശ്വാസം. സോ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഞാൻ എടുക്കാൻ പോവാണ്. കൂട്ടത്തിൽ നിങ്ങളെയും കൂട്ടാം എന്ന് വിചാരിച്ചു. സോ സ്റ്റിച്ച് ചെയ്യുന്ന തുണി ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് 2 കൊച്ചു ലെഹങ്കയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അത്ര കുഞ്ഞല്ല എന്നാൽ അത്ര വലുതുമല്ല. സോ അങ്ങനത്തെ ഒരു 2 ലെഹങ്ക സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഫുൾ എന്തായാലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തീരത്തില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് തുണിയൊക്കെ ഓൾറെഡി ഞാൻ ഇന്നലെ എല്ലാം നോക്കി വെച്ചു എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇന്ന് നമുക്ക് അതിലൊരെണ്ണം എടുത്ത് ഇതൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ പോയതിൻ്റെ ആയിരുന്നു ഞാനൊരു മിനി വ്ളോഗ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെഹങ്കയാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് തുണി എടുക്കട്ടെ. എവിടെ എടുത്ത് വെച്ച് ഇന്നലെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം പീച്ച് കളറും ഒരെണ്ണം ഒരു ഓഫ് വൈറ്റ് കളറും, ഒരു ഐവറി ഷെയ്ഡ് അല്ല ഐവറിയാണോ ആ ഒരു ഷെയ്ഡും വരുന്നത്. അപ്പം നമുക്കാദ്യം ഇത് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇതിന് കുറച്ച് അലങ്കോലപ്പണികളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് വൈകിട്ട് പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് വേണം പോവാൻ. സോ മഴയുണ്ടോ വൈകിട്ടെന്ന് അറിയത്തില്ല. ഇപ്പം എന്തായാലും ഒരു മഴക്കോളൊക്കെ ഉണ്ട്, നോക്കാം. പിന്നെ ഇതാണ് ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡ് വരുന്നത്. പിന്നെ ക്യാമറയിൽ കാണുമ്പോൾ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത് സാരമില്ല, നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പം ഞാൻ എന്തായാലും ഇത് വെട്ടട്ടെ. അപ്പം വെട്ടുമ്പോൾ സൂക്ഷ്മതയോടെ വെട്ടണം. സോറി, ഞാൻ എങ്ങോട്ട് നോക്കിയാണ് പറയുന്നത്. വെട്ടുമ്പോൾ സൂക്ഷ്മതയോടെ വെട്ടണം, ഇല്ലെങ്കിൽ മാറിപ്പോട്ടുണ്ടെങ്കിൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് വെട്ടാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. അപ്പം ഞാൻ ബെഡിലിട്ടിട്ടാണ് ഇപ്പം വെട്ടുന്നത്. അതാകുമ്പോൾ അധികം ബെൻഡ് ചെയ്യണ്ടല്ലോ. പിന്നെ ഇതിന് ടോപ്പ് വന്നിട്ട് ഒരു ഹക്കോബ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ബോട്ടം കുറച്ച് പ്ലെയിനായിട്ടുള്ള, കുറച്ചല്ല ഫുൾ പ്ലെയിനായിട്ടുള്ള ഓർഗൻസയാണ് കിട്ടിയത്. അപ്പം ഞാനൊരു ഈവനിങ്ങിൽ പോകുമ്പം ജസ്റ്റ് അതിന് ചേരുന്ന ഒരു കുറച്ചുകൂടെ എന്തെങ്കിലും വർക്കുള്ള ഫാബ്രിക് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് അത് സ്കേർട്ടിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം അന്ന് വൈകിട്ട് പോയില്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേയിൽ എന്തോ പോയത്, അന്ന് വൈകിട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. എനിക്കൊന്ന് മഴയായിപ്പോയെന്ന് തോന്നുന്നു. മറ്റേതും ഹക്കോബ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹക്കോബയായിരുന്നു വേണ്ടത്, അപ്പോൾ ഹക്കോബ തന്നെ എടുത്തത്. അപ്പം ഞാൻ ഫസ്റ്റ് പീച്ച് കളർ വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. അത് ജസ്റ്റ് ടോപ്പൊക്കെ കട്ട് ചെയ്ത് എന്തായാലും തയ്ച്ചു തുടങ്ങി. അപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കുന്നുള്ളായിരുന്നു, കാരണം രണ്ടും കൂടി എനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് തീർക്കാമല്ലോ. ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ക്ലാസ് ഉണ്ട്. ഇനി എന്തെങ്കിലും ടൈമിന് വ്യത്യാസമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു, കാരണം ആൾക്ക് ചെറിയൊരു കുഞ്ഞും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്താണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബാക്കി വെട്ടട്ടെ. അയ്യോ, എനിക്ക് പേടിയാണ്. മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ എപ്പോഴും. എന്താണെന്നറിയത്തില്ല. ശരിയായാൽ മതിയായിരുന്നു. അപ്പം നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചേ, അത് പറയാൻ മറന്നുപോയി. അപ്പം ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബാക്കി തുണി വെട്ടി വെക്കട്ടെ. അപ്പം പിന്നെ എനിക്ക് അത്രയും ഈസിയല്ലേ. ചിലപ്പം വൈകിട്ട് കുറച്ച് സാധനം വാങ്ങിക്കാൻ വെളിയിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ പിന്നെ അത്രയും സമയം പോകുമല്ലോ. പിന്നെ അതുമല്ല ഒത്തിരി കൊണ്ട് ചെയ്ത് തീർക്കാൻ. അപ്പം തുണി വെട്ടാം. അപ്പോൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലാതെ എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ എന്തോ ഞാൻ പറഞ്ഞായിരുന്നു. ജസ്റ്റ് സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ്സാണേ. അപ്പം ഇൻഡിവിജ്വൽ അങ്ങനായിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ ഗ്രൂപ്പായിട്ടല്ല. നമുക്കെന്നാലല്ലേ അവരുടെ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് മാത്രമായിട്ട് എടുത്തു കൊടുത്താലല്ലേ പ്രയോജനമുള്ളൂ. അപ്പോൾ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ്സാണ് കേട്ടോ, അല്ലാതെ ബ്രൈഡൽ മേക്കപ്പ് ഒന്നുമല്ല. അപ്പോൾ അതുമല്ല, പലരുടെ ടൈമിങ്ങും പലതാണ്. ഇപ്പം 2 പേര് UK യിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് അതനുസരിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ടൈമിങ് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരാൾക്കുണ്ടായിരുന്നു ഉണ്ട്. സോ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ആ സമയത്ത് തുണി വെട്ടി വെച്ചാൽ പിന്നെ വൈകിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റണം, സ്റ്റിച്ച് ചെയ്യണം. ഇത് തുണി വെട്ടുന്ന ഒരു ടെൻഷൻ എനിക്ക്. സ്റ്റിച്ച് ചെയ്യുന്ന അത്രയും കുഴപ്പമില്ല. അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഓ മൈ ഗോഡ് എന്നെ എടുത്ത് കിണറ്റിലോട്ട് ഇടും. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ രാവിലെ തൊട്ട് തുണി വെട്ടുന്ന കാണാം, ഇതുവരെ തീർന്നില്ല എന്ന്. ആക്ച്വലി എന്താ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമായിരിക്കും, നമുക്ക് കുറച്ചങ്ങ് ഒരു റിലേ പോകുന്ന ടൈമായിരിക്കും. എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ അടുത്തിടെയായിട്ട് ചെറിയ റിലേ പോകാറുണ്ട്. ഇപ്പം തന്നെ രാത്രി എടുത്ത് കഴിക്കേണ്ട ഗുളിക ഞാൻ ഉച്ചയ്ക്ക് എടുത്ത് കഴിച്ചു വായിലിട്ടു, ഇറക്കിയില്ല. അതിന് മുമ്പ് ഞാൻ തുപ്പി, എന്തോ ഭാഗ്യത്തിന് ഓർത്ത്. അപ്പം കുറച്ച് നമ്മൾ അലേർട്ടായിട്ട് വേണം മെഷർമെൻറ്റ്സ് എടുത്ത് വെട്ടാൻ. ഒന്നാമത് എൻ്റെ ഓൺ മെഷർമെൻ്റ് അല്ലല്ലോ, എൻ്റേതാണെങ്കിൽ എനിക്കിപ്പോൾ യൂസ്ഡായി, സ്ഥിരം വെട്ടി ഇപ്പം ബൈ ഹാർട്ടായി. പുതിയതായിട്ടൊക്കെ കിട്ടുമ്പം പിന്നെ ചില മെഷർമെൻറ്റ് നമുക്ക് ഷോൾഡറിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളതൊരു സ്റ്റാൻഡേർഡ് സൈസ് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ അതത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് വെട്ടണം. അതുകൊണ്ടൊരു ചെറിയ ടെൻഷൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് വെട്ടുന്നത്. ഇല്ലേലും ഇങ്ങനെ ക്യാമറയെ നോക്കി ലാസ്റ്റ് ഇത് കുളവാകും. നമുക്കിതാണല്ലോ മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് വെട്ടുന്നത്. വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. ക്യാമറ ഓൺ ചെയ്തിട്ട് വെട്ടുമ്പോൾ വേറൊന്നുമല്ല, നമ്മൾ കുറേ നേരം അത് റെക്കോർഡായിക്കൊണ്ടിരിക്കും. അപ്പം 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കണ്ടിന്യൂസ്ലി റെക്കോർഡാകുമ്പോൾ നമ്മുടെ മെമ്മറി അതനുസരിച്ച് തീരും. നമ്മൾ ഈ 15 മിനിറ്റും എടുത്ത് വീഡിയോയിലൊന്നും ഇടുന്നില്ല, ആകെ 1-2 മിനിറ്റത്തേത് ഇടത്തുള്ളൂ. അപ്പോൾ അത്രയും വീഡിയോ എഡിറ്റ് ചെയ്യുന്നോടം വരെ ഈ 15 മിനിറ്റിൻ്റെ ആ ഒരു 15 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ലതായിട്ട് ഇത് വരുന്നുണ്ട്. MB എന്നുള്ളത് GB ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്ര സ്പേസ് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചേക്കും, അതിൽ നോക്കും എത്ര മിനിറ്റായി. അപ്പം എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്തെന്ന് പൊതുവെ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അത് വെട്ടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് ചില ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വീണ്ടും അഴിച്ചിട്ട് തയ്ക്കേണ്ടിയൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം അതെല്ലാം കൂടി നമ്മൾ വീഡിയോയിൽ കാണിച്ച് കുളവാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് മെയിനായിട്ടുള്ളത് കുറച്ച് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഷോൾഡറും അതുപോലെ സ്ലീവ്ലെസ് ആണിത്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റിച്ച് അകത്ത് വരുന്ന പോലെ നമ്മൾ തയ്ച്ചേക്കുന്നത്. നമുക്കത് പല രീതിയിൽ കൊടുക്കാം. ഇപ്പം സ്ലീവ്ലെസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഫിനിഷ് ചെയ്യാം. ഇത് ഞാൻ അല്ലാതെ അകത്ത് സ്റ്റിച്ച് വരുന്ന പോലെ, വെളിയിൽ സ്റ്റിച്ച് കാണാത്ത പോലെ ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ വേറെ പീസ് ഓഫ് ഫാബ്രിക് എടുത്തിട്ട് അത് ഇങ്ങനെ ബൈൻഡ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈപ്പിങ്ങോ അങ്ങനെ പല മെത്തേഡുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. ഇത് ഞാൻ അല്ലാതെ അങ്ങ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ഒഴിച്ച് ബാക്കിയെല്ലാം അകത്ത് കൊടുക്കുന്ന പോലെ അങ്ങ് ചെയ്തു. അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പാവാടയും ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനിയും ഹുക്കൊക്കെ വെക്കാനുണ്ട്. ഈ വീഡിയോ ചെയ്യുമ്പോൾ പാവാടയൊന്നും ആയിട്ടില്ല. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഹുക്കൊക്കെ വെക്കാനുണ്ട്, അതേ ഉള്ളൂ. ഞാനപ്പോൾ എൻ്റെ ടോപ്പ് ജസ്റ്റ് തയ്ച്ചു. ഇനി ബാക്ക് സൈഡും കൂടെ ഹുക്കൊക്കെ വെക്കാനുണ്ട്, ബാക്ക് സൈഡ് ക്ലോസ് ചെയ്യാനുമുണ്ട്. ടോപ്പ് തയ്ക്കുമായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കടയിലൊക്കെ പോകണമെന്ന്, പോയില്ല. ഇനി നാളെ വല്ലതും പോകാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു. അത്രേ ഉള്ളായിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലാസ് കഴിഞ്ഞു, കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇന്ന് പോകാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലേ കടയിൽ പോകണമെന്ന് വിചാരിച്ചു, പോകാൻ പറ്റിയില്ല. അപ്പം നമ്മളിനി ഓൾമോസ്റ്റ് ഇന്നത്തെ വ്ളോഗ് തീരാറായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എനിക്കൊന്നൊരു അരമണിക്കൂർ ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ക്ലാസ്സിനൊക്കെ നമ്മൾ ഈ കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ബാക്ക് പെയിൻ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഈവനിങ് ടൈമിൽ കുറച്ച് നേരം കിടക്കാറുണ്ട്. അപ്പോൾ അതിന് കിടന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോഴത്തേക്കൊരു 9-9:30 ഒക്കെ ആയിരുന്നു. അന്നേരം എടുക്കുന്ന വീഡിയോയാണ് ഇത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് അതത്രയും ചെയ്തുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞാൻ കുറച്ച് നേരം എൻ്റേത് സ്റ്റിച്ച് ചെയ്തായിരുന്നു. അത് പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് അപ്പോഴത്തേക്ക് 11 മണിയൊക്കെ ആയായിരുന്നു. അപ്പോൾ എനിക്കിതൊന്ന് കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് അങ്ങ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു അന്നത്തേത്. അപ്പോൾ ഞാനിതൊരു ഒരു ഡേ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഡേ 1ൻ്റെ സ്റ്റിച്ചിങ് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മിക്കവാറും 2 ഡേയുടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ.